Hello, my dear students. Welcome to EduPort. Myself, Hamzat Libaneke. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടിക്കലിൻ്റെ സെഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറേ തിയറിറ്റിക്കൽ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കടക്കാണ്. ഉറപ്പാണ് നിങ്ങളുടെ പ്ലസ് ടുവിലെ 40 മാർക്കിലെ പ്ലസ് വണ്ണിൽ 20 പ്ലസ് ടുവിൽ 20 ടോട്ടൽ 40 മാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാകും. ഈ പ്രാക്ടിക്കലിന് 40 മാർക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അത് റെക്കോർഡിന് എങ്ങനെ, വൈവയ്ക്ക് എത്രയാണ്, പ്രൊസീജിയറിന് എത്ര, ഔട്ട്പുട്ടിന് എത്രയാണ് തുടങ്ങിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അഥവാ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ എന്തുണ്ട്, ഇതിൻ്റെ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം അല്ലേ. സോ നമുക്ക് ഡിഫറെൻറ്റ് ഓരോരോ ചാപ്റ്ററിന് എന്താ ലിബ്രെ, കാൽക്ക്, അതുപോലെ തന്നെ ജുനുക്കാത്ത, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും അല്ലേ. ആ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് എങ്ങനെയായിരിക്കും അല്ലേ, ഓരോ സെറ്റിനും എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതിന് എത്ര മാർക്ക് ഉണ്ടാകും, ആ മാർക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഒരു ചോദ്യം നോക്കാം. ഗിവൺ ബിലോ ഈസ് എ ടേബിൾ ഷോയിങ് ദ നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് മന്ത്ലി സാലറി പെയ്ഡ് ഫോർ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഇൻ റോയൽ ട്രേഡേഴ്സ് ഫോർ മാർച്ച് 2017. കാരണം ഈ ടേബിൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇതെന്താണ്, നമ്മുടെ സ്പ്രെഡ്ഷീറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് അഥവാ ലിബറെ ഓഫീസ് കാൽക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം താഴെ തന്നിട്ടുള്ള എന്താണ്, റോയൽ ട്രേഡേഴ്സ് എന്നുള്ള കമ്പനിയിൽ അവരുടെ ജോലിക്കാർക്ക് കൊടുത്തിട്ടുള്ള സാലറിയുടെ ഡീറ്റെയിൽസാണ്. കാരണം അവിടെ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറിയിലെ കുമാർ CEO ആണ്, അവിടുത്തെ 80,000 സാലറി ഉണ്ട്. അങ്ങനെ ഒരുപാട് 2, 4, 6 പേരുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇനിയാണ് അല്ലേ, ഇത് ഡാറ്റ മാത്രമാണ്. ഇനിയാണ് യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. താഴെ കാണുന്ന കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഒന്ന്, ടോട്ടൽ മന്ത്ലി സാലറി. കണ്ടോ ഇവിടെ 6 എംപ്ലോയീസ് ഉണ്ട്. ഈ 6 എംപ്ലോയീസിൻ്റെ ടോട്ടൽ സാലറി എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക, സം എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുക അല്ലേ. നെക്സ്റ്റ്, ദ ടോട്ടൽ മന്ത്ലി സാലറി പേ ടു ഫിനാൻസ് മാനേജർ FM ഇൻ ദ ഫേം. ഈ ഫേമിലുള്ള FM കണ്ടോ 1, 2 ജിതേഷ്, അലക്സ്, ഏഞ്ചൽ 3 പേരാണ് എന്തുള്ളത് ഇവിടെ എന്തായിട്ടുള്ളത്, നമ്മുടെ FM ആയിട്ടുള്ളത് അല്ലേ. സോ ഈ 3 പേരുടെയും സാലറി അല്ലേ, അതായത് FM ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ടോട്ടൽ സാലറി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എല്ലാവരെയും സം ചെയ്യാൻ പറ്റില്ല, FM ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സം ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, സം ഇഫ് അല്ലേ, നമ്മൾ സം ഇഫ് ഇട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി അടുത്ത എന്താടാ, അടുത്തത് ദ സാലറി ഓഫ് എംപ്ലോയി വിത്ത് നെയിം അല്ലേ. സാലറി ഓഫ് എംപ്ലോയി വിത്ത് നെയിം എന്താണ്, കുമാർ ബൈ യൂസിങ് ലുക്കപ്പ് ഫംഗ്ഷൻ. അപ്പോൾ കുമാർ എന്ന് പേരുള്ള ഒരാൾക്ക് എത്രയാണോ സാലറി കൊടുത്തിട്ടുള്ളത്, ദ സാലറി ഓഫ് എംപ്ലോയി വിത്ത് നെയിം കുമാർ എന്ന് പേരുള്ള ആൾക്ക് എത്രയാണ് സാലറി, അത് ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീജിയർ അല്ലേ. നമുക്ക് നേരെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നേരെ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറയില്ല. ആദ്യം നമ്മൾ പ്രൊസീജിയറാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യും, ബുക്കിൽ എഴുതും. സോ എങ്ങനെ പ്രൊസീജിയർ ചെയ്താൽ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതണം. സോ സ്റ്റെപ്പ് 1 എന്താ, എപ്പോഴും സ്റ്റെപ്പ് 1 എന്തായിരിക്കും, ലിബർ ഓഫീസ് കാൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അതിന് ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക്. ജസ്റ്റ് സിമ്പിളാണോ, വിൻഡോസ് എടുക്കുക, ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യുക, ലിബർ ഓഫീസ് കാൽക്ക് ഉണ്ടോ, ഇത് സെലക്ട് ചെയ്യുക, എന്തായി ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ആകും. സെറ്റ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഓരോരോ കാര്യങ്ങൾ എൻ്റർ ദ കോളം, ഹെഡിങ്സ്, ലേബിൾസ് എക്സെട്ര എല്ലാ കാര്യങ്ങളും അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോരോ ഐറ്റംസ് എന്ത് ചെയ്യണം, നമ്മളിവിടെ ആഡ് ചെയ്യണം. എന്തൊക്കെ, ഈ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷന്, മന്ത്ലി സാലറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഷീറ്റിലെല്ലാം നമ്മൾ എൻ്റർ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. കണ്ടോ ഇവിടെ എംപ്ലോയിയുടെ പേര്, ഡെസിഗ്നേഷന്, മന്ത്ലി സാലറി എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആ ഒരു ആഡിങ്ങിൻ്റെ ടൈം നമ്മുടെ വീഡിയോയിൽ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല എല്ലാത്തിനെയും ഓരോരോ ഫംഗ്ഷൻസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ കണ്ടോ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡാറ്റകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നത്. എന്ന് കരുതി മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ഞാൻ എഴുതും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. സെറ്റ് അല്ലേ. സോ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ സാലറി ഇൻ സെൽ A9. സെൽ A9 കണ്ടോ, A9 കണ്ടോ, ഇതാണ് A9. കാരണം ഇവിടെ ഇതാണ് കണ്ടോ, ഇതെന്താ താഴോട്ട് കോളം അല്ലേ. ഇനി റോ ഉണ്ടോ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് റോ ഉണ്ടാവും, ABCD പറഞ്ഞിട്ട് എന്തുണ്ടാകും, കോളംസ് ഉണ്ടാകും അല്ലേ. സോ ഇവിടെ ഓരോ സെല്ലിന് ഓരോ അഡ്രസ്സ് ഉണ്ടാകും. സോ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്താ കണ്ടോ, ബി ആണ് അല്ലേ. ബീൻ്റെ താഴെ എന്താണ്, ബീൻ്റെ താഴെ 9 കണ്ടോ, B9 ആണ് ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യണം, A9 എന്ത് ടോട്ടൽ സാലറി കാണുന്നത്. അപ്പോൾ ടോട്ടൽ സാലറി കാണാൻ എന്ത് ചെയ്യണം, അപ്പോൾ മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എന്ത്, നമ്മുടെ FMകൾക്ക് മാത്രം കൊടുത്തുള്ള ഫിനാൻസ് മാനേജർമാർക്ക് മാത്രം കൊടുത്ത സാലറി. അപ്പോൾ എന്താ ഇക്വേഷൻ, ഈക്വൽ ടു എപ്പോഴും ഈക്വൽ ടു ഇടുക,
സം ഇഫ് അല്ലേ, സം ഇഫ് വെച്ചിട്ടാണ് നോക്കുക അല്ലേ. ഇഫ് എന്താ നമ്മളൊരു ഇഫ് അഥവാ നിങ്ങൾ എഫ് എം ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സം ചെയ്യുന്നുള്ളൂ. സം ഇഫ് എങ്ങനെ ഇനി നമ്മൾ നോക്കട്ടോ, ഇതിൻ്റെ ഒരു അൽഗോരിതം പറയണം. അഥവാ നമുക്ക് ഈ ഡെസിഗ്നേഷൻ കോളത്തിൽ എഫ് എം ആയുള്ള ആൾക്കാർ, അപ്പോൾ B2 to B7 കോമ എഫ് എം, എന്ത് എഫ് എമ്മിന് വെറുതെ ഇട്ടാൽ പോലെ എന്ത് ഇൻവേർട്ടഡ് കോമയിൽ എഫ് എം ഇടുക. എന്താ ഇൻവേർട്ടഡ് കോമയിൽ ഇടുന്നത്? നമ്മൾ ഒരു വേർഡ് ആണെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ ഇടും, പക്ഷെ നമ്പർ ആണെങ്കിൽ ഇൻവേർട്ടഡ് കോമ ഇടണ്ട. അപ്പോൾ എഫ് എമ്മിന് പകരം 40,000 എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കി വെറുതെ 40,000 എഴുതിയാൽ മതി. അപ്പം ഈ കോളത്തിനുള്ളിൽ എഫ് എം എന്ന് പറഞ്ഞ ആൾക്കാരുടെ മാത്രം എന്ത് ചെയ്യണം, ഇവരുടെ സാലറി എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പം സം ഇഫ് അഥവാ B2 to B7 എഫ് എം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സമ്മ് ചെയ്യുക. എന്തിനെ, ഈ അടുത്ത കോളത്തിന് മാത്രം സമ്മ് ചെയ്യുക. നോക്കാം, കണ്ടോ 85,000 ആൻസർ കണ്ടോ. അഥവാ എഫ് എം നോക്കാം, ഇവിടെ കണ്ടോ എഫ് എം ഷിഫ്റ്റ് കൺട്രോൾ കണ്ടോ, ഇത് 3 സെലക്ട് ചെയ്തപ്പോൾ താഴെ കണ്ടോ 85,000 കണ്ടത് കണ്ടോ. അത് കറക്റ്റ് ആയിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു സം ഇഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഫോർമുല ശ്രദ്ധിക്കണം കേട്ടോ. ഇസിക്കൽ സം ഇഫ് എന്ത്, നമ്മുടെ ക്രൈറ്റീരിയ എന്താണോ ഈ ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യുക, ആ റേഞ്ച് CEO AO അവരുടെ ഡെസിഗ്നേഷൻ്റെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ എഫ് എം ആയ ആൾക്കാരെ അല്ലേ, അപ്പോൾ അതിനെന്ത് ചെയ്യുക, കോമ ഇടുക, എന്നിട്ട് ഇൻവേർട്ടഡ് കോമയിൽ എഫ് എം ഇടുക, എന്നിട്ട് വീണ്ടും കോമ ഇടുക, എന്നിട്ട് എന്തിനെയാണോ കൗണ്ട് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെറ്റ് അല്ലേ. ഇനിയാണ് അടുത്തത് എന്താണ്, ഫൈൻഡ് ഔട്ട് ദ സാലറി. ഇവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുമാർ എന്ന് പറഞ്ഞ ജോലിക്കാരന് എത്രയാണോ സാലറി കിട്ടിയത് നോക്കാം. അതിനെന്താണ് A11 നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത് ഈക്വൽ ടു ലുക്കപ്പ് അല്ലേ, ലുക്കപ്പ് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുമാർ അല്ലേ, കുമാറാണ് അല്ലേ, സോറി കുമാർ അല്ലേ, കുമാർ എന്നാണ് ഇവിടെ നോക്കാം. അഥവാ കുമാറിന് കിട്ടിയ സാലറി. അപ്പം കുമാറിന് ലുക്ക് ചെയ്യണം. എവിടെയാണ് കുമാറിന് ലുക്ക് ചെയ്യേണ്ടത്, A2 കണ്ടോ, ഇവിടെ എംപ്ലോയി നെയിമിൽ കുമാർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് ഇവിടെ അഥവാ ഇതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട്, അഥവാ ഈ ടേബിളിൽ കുമാർ എന്നാണ് പേരെങ്കിൽ, അഥവാ എംപ്ലോയി നെയിമിൽ കുമാർ ആണെങ്കിൽ ആ കുമാറിന് നേരെ മന്ത്ലി സാലറിയിൽ എത്രയാണോ ഉള്ളത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അഥവാ ഇതെന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, നോക്കാം എന്താ മിസ്റ്റേക്ക്, കുമാറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇല്ലല്ലോ. കുമാറിന് ഇൻവേർട്ടഡ് കോമ ഇട്ടില്ല കണ്ടോ, ശ്രദ്ധിക്കണം കണ്ടോ, 80,000. അഥവാ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ അതിനൊക്കെ ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് തെറ്റ് വന്നാൽ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഞാനൊക്കെ ആ തെറ്റ് സിമ്പിളായിട്ട് കവർ ചെയ്ത് തന്നില്ലേ. തെറ്റ് സംഭവിക്കാം, പക്ഷെ അതിനെ കവർ ചെയ്ത് ഓടിക്കളഞ്ഞ് അടുത്ത ലെവലിലേക്ക് എത്താന്നുള്ള നമ്മളെ കഴിവ്. അപ്പോൾ സെറ്റായി. ഈ ഒരു കാര്യം മനസ്സിലായില്ലേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അഥവാ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്ക്, പ്രൊസീജിയറിന് ഔട്ട്പുട്ടിന് 2 മാർക്കും. അപ്പോൾ പ്രൊസീജിയർ ചെയ്താൽ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, മടി കാണിക്കണം. വളരെ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ബിനു, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ബിനു ഒബ്റ്റെയിൻ ദ ഫോളോയിങ് സ്കോർസ് ഔട്ട് ഓഫ് 100 ഇൻ HSS എക്സാമിനേഷൻ മാർച്ച് 2017 മാർച്ചിലെ ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ബിനുവിന് താഴെ പറയുന്ന മാർക്കാണ് കിട്ടിയത്. 100ൽ ഇത്ര മാർക്ക് കിട്ടി. സബ്ജക്റ്റ് ഇംഗ്ലീഷ് 85, മലയാളം 96, ബിസിനസ് സ്റ്റഡീസ് 76. എന്താ പഠിക്കാത്ത, ഇംഗ്ലീഷും മലയാളത്തിനും മാർക്ക് ഉണ്ടല്ലോ, ബിസിനസ് സ്റ്റഡീസ് മാത്രം എന്താ പഠിക്കാത്ത, കോർ സബ്ജക്റ്റ് ആണല്ലോ. അക്കൗണ്ടൻസി കുറഞ്ഞല്ലോ. ബിനു എന്നെ കയ്യിൽ കിട്ടട്ടോ, ചങ്ങായി ഉണ്ടല്ലോ. എക്കണോമിക്സിന് കുറഞ്ഞു, സൽസബീൻ സാർ കാണണ്ട. ഇംഗ്ലീഷിന് മലയാളത്തിലൊക്കെ നല്ല മാർക്ക്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ. എടാ നിനക്ക് ഇംഗ്ലീഷ് മലയാളം കൊണ്ട് കാര്യമില്ല ഒന്നുമല്ല, നിന്റെ കോഴ്സ്, നീ കൊമേഴ്സാണ് പഠിക്കുന്നത്, കോർ സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, നീ നല്ല മാർക്ക് വേണം. സോ ഇത് ക്ലാസ്സിലാണ് ഒരു ഓർത്ത് പോയി, സാറില്ല ഇത് കാണുമ്പോൾ എന്തായാലും വികാരപരമായി പോകും. സോ നിങ്ങൾ ഇങ്ങനെ ആവരുത് കേട്ടോ, നിങ്ങൾ നല്ല മാർക്ക് വാങ്ങണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ എന്താ, കൺവേർട്ട് ദ എബോവ് സ്കോർസ് ഇൻ ടു ഗ്രേഡ് ഫോർ ഈച്ച് സബ്ജക്ട് യൂസിങ് ഫോളോയിങ് ക്രൈറ്റീരിയ. അഥവാ ഇതിനൊക്കെ ഗ്രേഡ് ആക്കണം. അഥവാ A+, A1 എന്നുള്ള, അതായത് 90ന്റെ മുകളിലാണെങ്കിൽ 100 വരെ ആണെങ്കിൽ A+, 80 മുതൽ 89 വരെ ആണെങ്കിൽ അവനെ A, 70 to 79 ആണെങ്കിൽ B+. കണ്ടോ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ സ്കോർ ഗ്രേഡ് കണ്ടോ, ഇവിടെ ഗ്രേഡ്, ഈ ഗ്രേഡ് മോഡൽ എന്ത് ചെയ്യണം, ഇവിടെ ആക്കണം, ഇവിടെ ഗ്രേഡ് മോഡൽ എന്ത് ചെയ്യണം, കാണിക്കണം. സോ A+, A, B+, B. അപ്പോൾ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. 90ന്റെ മുകളിൽ 100 വരെ ആണെങ്കിൽ അവൻ A+, 80ന്റെ മുകളിലാണെങ്കിൽ അവൻ A, 70ന്റെ മുകളിലാണെങ്കിൽ B+, 60ന്റെ മുകളിലാണെങ്കിൽ B ആണ്, 50 അതിന്റെ മുകളിലാണെങ്കിൽ C+, 40ന്റെ മുകളിൽ C, 30ന്റെ മുകളിൽ D, 20ന്റെ മുകളിൽ D അല്ല, 30ന് മുകളിൽ D+, 20ന് മുകളിൽ D, 20ന് താഴെ ആണെങ്കിൽ E അല്ലേ. സിമ്പിളാണോ? സിമ്പിളല്ല, ഇത് നല്ല പണിയുണ്ട്. ചെറിയൊരു കോമ തെറ്റിപ്പോയാൽ മൊത്തം പോയി. അതിനെന്ത് ചെയ്യുക, ഇത് വളരെ തെറ്റാതെ ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്താ നമ്മൾ
ടെസ്റ്റ് ഇഫ് സിൻടാക്സ് ഇഫിൻ്റെ ടെസ്റ്റ് ഇഫുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മളിത് യൂസ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ ഫസ്റ്റ് ഈ പറയപ്പെട്ട ഡാറ്റകൾ എന്ത് ചെയ്യുക ഒരു കോളത്തിൽ നമ്മൾ ആഡ് ചെയ്യുക. കണ്ടോ കംപ്ലീറ്റ് ഡാറ്റ കണ്ടോ ഇംഗ്ലീഷ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക നമ്മളിവിടെ ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഗ്രേഡ് ഓൾറെഡി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഇതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. സോ കാണിച്ചു തരാം. ഈക്വൽ ടു ഇഫ് അല്ലേ, ഇഫ് എന്ത് ഇഫ് 8 അഥവാ ഈ സ്കോർ എന്നുള്ള കോളത്തിൽ അഥവാ ഈ പറയപ്പെട്ട സ്കോർ എന്ന കോളത്തിൽ B2 കണ്ടോ B2 എന്നുള്ള കോളത്തിൽ എന്താ 90 മുകളിലാണെങ്കിൽ അഥവാ എസ് ഇഫ് B2 ഈസ് ഈക്വൽ ടു എന്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് 90. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അവന് എ പ്ലസ് ഇങ്ങനെ കൊടുത്താൽ മതിയോ? അല്ല, ഇൻവേർട്ടഡ് കോമയിൽ എ പ്ലസ് കൊടുക്കണം. അപ്പം ഫസ്റ്റ് കഴിഞ്ഞു കണ്ടോ ഫാൾസ്. അവന് 90 മുകളിലുണ്ടോ? ഇല്ല. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ഇത് ചെയ്ത് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്യുക ഇവിടെ 95 കൊടുക്കുക. കണ്ടോ 95 ആകുമ്പോൾ ഇവിടെ എ പ്ലസ് ആയി. പക്ഷേ 85 ആകുമ്പോൾ എന്ത് ചെയ്യില്ല ഇവിടെ 85 ആകുമ്പോൾ എന്തുണ്ടാവില്ല ഇവിടെ എ പ്ലസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്യാൻ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ 90 മുകളിലല്ലാത്തതുകൊണ്ട് എ പ്ലസ് ഇവിടെ കാണുന്നില്ല. ഇനി കാണിച്ചുതരാം. ഇനി അടുത്ത സംഭവം കാണിച്ചുതരാം. ഇനി എന്ത് ചെയ്യണം? ഇനി ബ്രാക്കറ്റ് തൊട്ടപ്പുറത്തേക്ക് വരാം. അതായത് ഇൻവേർട്ടഡ് കോമ കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കുക. ഇഫ് അഥവാ അടുത്ത ഇഫ് നെസ്റ്റഡ് ഇഫ് രണ്ടാമത് ഇഫാണ്. ഇഫ് സെയിം B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണോ? അല്ല, 80നേക്കാൾ മുകളിലോ താഴെയാണെങ്കിൽ 80നേക്കാൾ മുകളിലാണെങ്കിൽ എന്താ ഇവിടെ ഗ്രേറ്റർ ദാൻ ഇടുമ്പം എന്തിട്ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. എന്നിട്ട് എന്ത് ചെയ്യണം കോമ ഇൻവേർട്ടഡ് കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എന്ത് എ പ്ലസ് ആണോ? അല്ല, 80ന് മുകളിലാണെങ്കിൽ എന്താണ് എ ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് കോമയിൽ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക എൻ്റർ അടിക്കുക. കണ്ടോ 85 ആകുമ്പോൾ എ ആണ്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ ഓരോരോ ഇഫുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ശരിയാക്കി പോവുക. ഇനി അടുത്ത കാര്യം എന്താ ഉള്ളത്? ഇനിയുണ്ട് അടുത്തത് വീണ്ടും കോമ ഇടുക. എന്നിട്ട് എന്താ ഇഫ് B2 ഇഫ് വെറുതെ അല്ല, ഇഫ് ബ്രാക്കറ്റിൽ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എത്രയാടാ 70. എന്നിട്ട് എന്ത് ചെയ്യണം 70 കോമ ഇൻവേർട്ടഡ് കോമ ബി പ്ലസ് ഇൻവേർട്ടഡ് കോമ ഇടണ്ട. യെസ്, ഇവന് B2 ഉണ്ടോ? ജസ്റ്റ് നോക്കുക. അവിടെ 75 ആക്കി നോക്കുക. B പ്ലസ് ആവുന്നില്ലേ? അത്രേ ഉള്ളൂ. വീണ്ടും 85 ആക്കുക. 75 ആക്കുക. അപ്പം 85 ആക്കിയപ്പോൾ എ ആയി. ഇനി 90 ആക്കി നോക്ക്. കണ്ടോ എ പ്ലസ് ആയി. വീണ്ടും 85 ആക്കുക എ. കണ്ടോ? അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ട് അതിനർത്ഥം. ഇനി അടുത്ത് എന്ത് ചെയ്യുക വീണ്ടും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുക. എന്നിട്ട് കോമ ഇടുക. ഇഫ് ബ്രാക്കറ്റിൽ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 കോമ ഇൻവേർട്ടഡ് കോമ എന്താണ് 60ന് മുകളിലാണെങ്കിൽ അവന് കിട്ടും ബി ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. അയ്യോ, ബി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ടിട്ടില്ല അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. അതാണ് മിസ്റ്റേക്ക്. 65 നോക്ക്. കണ്ടോ ബി ആയില്ലേ? 65 ബി ആയി. കണ്ടോ? ഇത് നോക്കാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അടുത്തത് ചെയ്യാം. കോമ ഇഫ് ബ്രാക്കറ്റിൽ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്താണ് ബി ആണോ? അല്ല, C പ്ലസ്. 50ന് മുകളിലാണ് നിങ്ങൾക്ക് C പ്ലസ് ആണ്. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്യുക. കണ്ടോ എ. അപ്പം ഇത് നമുക്ക് നോക്കാം. 45 ആണെങ്കിൽ അല്ല 55 ആണെങ്കിൽ കണ്ടോ C പ്ലസ് കിട്ടും. വീണ്ടും 85 ആക്കുക. ഓരോന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്തതിലേക്ക് പോയാൽ മാത്രം മതി കേട്ടോ. അയ്യോ കഴിഞ്ഞിട്ടോ ഇത് ചെയ്തിട്ട്. അടുത്തെന്താ ഇഫ് ബ്രാക്കറ്റിൽ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താടാ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50 കഴിഞ്ഞു. 40 കോമ ഇൻവേർട്ടഡ് കോമയിൽ C കോമ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. അപ്പോൾ നോക്കാം. 45 ഇട്ടാൽ C ആയില്ലേ? യെസ്. 85 ആയാൽ എ. ഇനി അടുത്തതിലേക്ക് പോകണം. അടുത്തതിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരിക. കോമ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ B2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താണ് 30 ആല. ഇനി 30ലേക്ക് അല്ലേ 30 ദെൻ കോമ ഇൻവേർട്ടഡ് കോമ C പ്ലസ് കഴിഞ്ഞു. C കഴിഞ്ഞു. ഇനി എന്താ C കഴിഞ്ഞ പിന്നെ ഏതാ D പ്ലസ് അല്ലേ? D പ്ലസ് ഡബിൾ ഇൻവേർട്ടഡ് കോമ ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കാം. 35 ആകുമ്പം ഉണ്ടോ D പ്ലസ് അല്ലേ? യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം അടുത്തത് കോമ ഇഫ് ബ്രാക്കറ്റ് B2
ഗ്രേറ്റർ ദാൻ ആണോ? യെസ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താ 30 കഴിഞ്ഞു 20, 20-നേക്കാൾ മുകളിലാണെങ്കിൽ അല്ലേ, 20-നേക്കാൾ മുകളിലാണെങ്കിൽ അയ്യോ കോമ, ഇൻവേർട്ടഡ് കോമ, എന്താണ് ഡി പ്ലസ് കഴിഞ്ഞാൽ പിന്നെ ഡി എ ഉള്ളൂ അല്ലേ, ഡി 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 കഴിഞ്ഞാൽ കോമ, കോമ ഉണ്ടോ? അല്ല, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം നോക്കാം, 35 കണ്ടോ ഡി പ്ലസ്, 25 ഡി കണ്ടോ, അപ്പം 85 ആക്കുക. അതായത് നമ്മളെ ഒറിജിനൽ തെറ്റരുത്. ഇനി ലാസ്റ്റ് എന്താ, ഇനി ഡിയും അല്ലെങ്കിൽ അഥവാ 25-നേക്കാൾ താഴെയാണെങ്കിൽ, സോറി 20-നേക്കാൾ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഒരു കോമ ഇടുക, എന്നിട്ട് ഇ അടുത്ത കൊടുക്കണ്ട, ജസ്റ്റ് കോമ ഇടുക, ഇ ഇട്ട് കൊടുത്താൽ മതി. അയ്യോ മാറിപ്പോയി. ഇ ഇട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇവിടെ കണ്ടോ ഇവിടെ ഇ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈനെ എന്തിലിടണം, ഈനെ ഡി കഴിഞ്ഞിട്ട് കോമ, ഈനെ ഇൻവേർട്ടഡ് കോമയിൽ ഇടുക, എൻ്റർ അടിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നോക്കുക, ഇത് 15 കണ്ടോ, ഇ ആയി, 85 എ ആയി കണ്ടോ. ഇനി എന്ത് ചെയ്യുക, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്യുക, ഇവിടെ പിടിച്ച് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക കണ്ടോ, ഡ്രാഗ് ചെയ്താൽ ബാക്കി എല്ലാത്തിനും അതേപോലെ വരും കണ്ടോ. 96 90 മുകളിൽ എ പ്ലസ്, 70 മുകളിൽ ബി പ്ലസ്, 67 ബി, 29 ഡി, ഇനി അതുപോലെ തന്നെ 45 എന്തുണ്ടായി, 45 സി. ഇത് ജസ്റ്റ് നോക്കാം, ഇവിടെ 15 കണ്ടോ, ഇ ആയി, അത്രേ ഉള്ളൂ. എത്രയാണോ മാറുന്നത് അതിനനുസരിച്ച് എന്തുണ്ടാവും, ഈ ഒരു ചേഞ്ച് വരും ചെയ്യും. ഇനി എന്ത് ചെയ്യുക, ഇനി അഥവാ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഓരോന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഓരോ സ്ഥലത്ത് പേസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഇതാകും. ഇനി അല്ലെങ്കിൽ പകരം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും എന്ത് ചെയ്യും, ശരിയായിട്ടുള്ള ആൻസർ കിട്ടും. ഇത് ഞാനിവിടെ ഓരോന്ന് ചെയ്ത് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത് എനിക്കിതിൽ നല്ല നോളജ് ഉള്ളതുകൊണ്ട് ഞാനിത് ചെയ്തു കേട്ടോ. കാരണം ഇതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കിത് കടകടാന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം നിങ്ങൾ നോക്കണം, നിങ്ങൾ ഞാൻ പറയുന്നത് കണ്ടോ, എൻ്റെ വോയിസ് മര്യാദയ്ക്ക് ശ്രദ്ധിക്കുക. ആ വോയിസിനനുസരിച്ചുള്ള ആക്ഷൻസ് ഇവിടെ ചെയ്യുന്നുണ്ട്, അത് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? സെറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഏകദേശം നമ്മൾ നല്ല ടൈം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് ഇത് ചെയ്തു. അടുത്ത 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലാക്കാം. സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, നന്നായി ചെയ്യാം. കണ്ടോ, ഈ 2 വീഡിയോയിൽ എന്തുണ്ട്, ഇത് 2 ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 6, 9, 8 16 മാർക്ക് കിട്ടും. സിമ്പിളാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. ജുനൂക്കാത്തിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.